ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങളാണ് ചൈനയിൽ നടക്കുന്ന റോബോട്ടിക് ഗെയിംസിൽ. 100 മീറ്ററിൽ ഉസൈൻ ബോൾട്ട് കുറിച്ച ലോക റെക്കോർഡടക്കം ഗെയിംസിൽ മറികടന്നു. മനുഷ്യസാധ്യമായതെല്ലാം റോബോട്ടിലൂടെയും സാധിക്കുമെന്നതിന്റെ പരീക്ഷണശാല കൂടിയാവുകയാണ് റോബോട്ടിക് ഗെയിംസ്. മനുഷ്യന് തുല്യമാകാൻ റോബോട്ടിനാകുമോ? മനുഷ്യന് തുല്യമല്ല, മനുഷ്യനെ മറികടക്കാനാകുമെന്നാണ് റോബോട്ട് ഗെയിംസിലൂടെ വ്യക്തമാകുന്നത്. ചൈനയിൽ നടക്കുന്ന വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൽ സാക്ഷാൽ ഉസൈൻ ബോൾട്ടിന്റെ റെക്കോർഡടക്കം നിരവധി റെക്കോർഡുകളാണ് മറികടന്നത്. 2009 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് ബോൾട്ട് 9.58 സെക്കൻഡിൽ 100 മീറ്റർ പൂർത്തിയാക്കിയത്. ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനിയായ ഹോണർ നിർമ്മിച്ച ലൈറ്റിംഗ് റോബോട്ട് പരിശീലനോട്ടത്തിൽ 9.32 സെക്കൻഡും മത്സരത്തിൽ 9.47 സെക്കൻഡും കൊണ്ട് 100 മീറ്റർ പൂർത്തിയാക്കി. ബീജിംഗ് ഇന്നോവേഷൻ സെന്റർ ഓഫ് ഹ്യൂമനോയിഡ് റോബോട്ട് വികസിപ്പിച്ച തിയാൻചുവോ റോബോട്ട് 9.39 സെക്കൻഡ് കൊണ്ട് ഒന്നാമതെത്തി സ്വർണ്ണ മെഡൽ നേടി. ലോകമെമ്പാടുമുള്ള 16 രാജ്യങ്ങളിൽ നിന്നായി 666 ടീമുകളും 2000-ലധികം അത്യാധുനിക റോബോട്ടുകളും ഗെയിംസിൽ പങ്കെടുക്കുന്നുണ്ട്. സ്പോർട്സ്, നൃത്തം തുടങ്ങി 51 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അത്ലറ്റിക്സിൽ 100 മീറ്റർ, 400 മീറ്റർ, 1500 മീറ്റർ എന്നിവയും ലോങ് ജമ്പ്, ഹൈ ജമ്പ്, റിലേ മത്സരങ്ങളും ഗെയിംസിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ടേബിൾ ടെന്നീസ്, ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, ജിംനാസ്റ്റിക് എന്നിവയും മത്സര ഇനങ്ങളാണ്. കായിക മത്സരങ്ങളിൽ മനുഷ്യന് സമാനമാണ് റോബോട്ടുകളുടെ പ്രകടനം. ഫുട്ബോളിലും ടെന്നീസിലുമടക്കം വിവിധ ഇനങ്ങളിൽ ഇത് വ്യക്തമാകുന്നു. മുൻ വർഷങ്ങളിൽ റോബോട്ടുകൾ ഓട്ടത്തണ്ടിൽ വീണുപോവുകയും പരസ്പരം ഇടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സാങ്കേതികവിദ്യയുടെയും വളർച്ചയിലൂടെ റോബോട്ടുകളുടെ ബാലൻസിംഗും വേഗതയും മെച്ചപ്പെട്ടതായി വിദഗ്ധർ വിലയിരുത്തുന്നു. എങ്കിലും ഗെയിംസിനിടെ റോബോട്ടുകൾ പലതവണ അപകടത്തിൽപ്പെട്ടു. ചൈനീസ് ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായത്തോടെയും പിന്തുണയോടെയുമാണ് റോബോട്ടിക് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് രംഗങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ വലിയൊരു പ്രദർശന വേദി കൂടിയാണിത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.